നമ്മൾ ഓക്കെ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്നിപ്പോൾ 4th മോഡ്യൂൾ എടുക്കാം കേട്ടോ. ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്. ഹെഡിങ് എഴുതാം, ലാപ്ലേസ് ട്രാൻസ്ഫോം. ലാപ്ലേസ് ട്രാൻസ്ഫോം എന്തായാലും വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എന്തായാലും 4 ചോദ്യങ്ങളുള്ളൂ. പിള്ളേർ പഠിക്കുന്നവർ ജയിക്കുന്നവർ ജയിക്കട്ടെ. പിന്നെ ചെറിയൊരു ഇത് ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടോ. എനിക്ക് യൂട്യൂബിൽ ആദ്യമായിട്ട് വരുമാനം കിട്ടിയിട്ടോ, പറയാൻ വിട്ടുപോയി. കുറേ കാലമായി പണി തുടങ്ങിയിട്ട്, ഒരു 3 വർഷമായി നമ്മളിത് തുടങ്ങിയിട്ട്. എന്നിട്ട് ഇപ്പോഴാണ് ഏകദേശം അത് വ്യൂസ് നമ്മൾ ആഡില്ലേ, ആഡ്സെൻസ് നമ്മൾ ഗൂഗിളിൻ്റെ അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ അതിൽ ഏകദേശം ആഡ്സെൻസ് ആയിട്ട് ഏകദേശം ഒരു 2 വർഷം ആയിരുന്നു. പക്ഷേ പിള്ളേർ വ്യൂസ് എനിക്ക് കുറവാണ്. കാരണം നമുക്കറിയാലോ, മാത്സും ചുമ്മാ നേരം പോക്കിനൊന്നും ആരും കാണില്ലല്ലോ. ചുമ്മാ എന്താ പറയുക, ജയിക്കുക പഠിക്കണം എന്നുള്ളവർ മാത്രമല്ല നമ്മുടെ ഈ മാത്സ് കാണുള്ളൂ. മറ്റുള്ള PSCയുടെ മാത്സൊക്കെയാണ് ഒരുപാട് പേര് നോക്കുന്നുണ്ടാവേ. നമ്മുടെ മാത്സ് ഈ സപ്ലിയുള്ള ആൾക്കാർ മാത്രമല്ലേ കാണുള്ളൂ, വേറെ ആരും തിരിഞ്ഞു നോക്കില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഇൻകം ഇല്ല, അധികം ഉണ്ടാകുന്നില്ല. പക്ഷെ ഇപ്പോൾ ഒരു 2 മാസം മുമ്പ് ഈ പോളിടെക്നിക്കിൻ്റെ എക്സാം കഴിഞ്ഞിരുന്നു. അപ്പോൾ അതിൽ എനിക്കെന്തോ കുറച്ച് വ്യൂസ് കൂടി. അപ്പോൾ അങ്ങനെ ഏകദേശം കുറേ കാലമായിട്ട് ഒരു $50 നിൽക്കുന്നു. അതൊരു $100 $100 കഴിഞ്ഞാൽ നമുക്ക് ഇൻകം നമുക്ക് അക്കൗണ്ടിലേക്ക് വരുള്ളൂ അത്രേ. അപ്പോൾ $100 ഒരു 2-3 മാസമായിരുന്നു. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. അത് ഞാനതിന് വരുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അതിൽ എന്തോ പ്രശ്നം, യൂട്യൂബിൻ്റെ എന്തോ ഒരു ടാക്സ് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടാകുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് അക്കൗണ്ടിൽ വരാതിരുന്നത്. അപ്പോൾ ഞാൻ നമ്മൾ അപ്പോൾ എനിക്ക് ടോട്ടൽ $130 ആയിട്ടുണ്ടായിരുന്നു എല്ലാം കൂടിയിട്ടേ. അപ്പോൾ ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇങ്ങനെ കിട്ടുന്നത്. ആൾക്കാരൊക്കെ ഇങ്ങനെ ഓരോ നമ്മളെ മറ്റുള്ള ചാനലുകളൊക്കെ കാണുമ്പോൾ അവർക്ക് ഒരുപാട് വരുമാനം നമുക്ക് കേട്ടിട്ടുണ്ട്. പക്ഷെ നമുക്കൊരൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ വലിയ കാര്യമൊന്നുമില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷെ കിട്ടുമ്പോഴേ നമുക്കൊരു സംതൃപ്തി വരുന്നത്, ആ കാര്യം ഉണ്ടായി എന്നൊക്കെ തോന്നുന്നത്. ഇപ്പോഴും ഒരു ഇൻട്രസ്റ്റ് വന്നു. ഇനി എന്തായാലും നമുക്ക് പഠിക്കാം. ഓക്കെ, അതാ പ്രശ്നം. കൺസിസ്റ്റൻ്റായിട്ട് ഇടണമെങ്കിൽ നിങ്ങൾ ഒരിക്കൽ സപ്ലൈ ചെയ്ത് നിങ്ങൾ പാസ്സാവില്ലേ, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, പിന്നെ നിങ്ങൾ കാണില്ലല്ലോ. അതാണ് പ്രശ്നം. അതായത് നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരുവിധം എല്ലാവരും പാസ്സാവുന്നത്. അതന്നെ ഞാനിപ്പോൾ അതന്നെ വിചാരിച്ചത്. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും കുറച്ചുകൂടി ഇതായിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാനായിരിക്കും. ഞാനിപ്പോൾ ചെയ്തിരുന്നൊക്കെ സപ്ലൈ ഉള്ള സമയത്ത് മാത്രമേ ഞാൻ ക്ലാസ് ചെയ്തിരുന്നുള്ളൂ. അതായത് റെഗുലർ സ്റ്റുഡൻസിന് വേണ്ടി ഞാൻ ഇതുവരെ ഒന്നും മെനക്കെടുത്തില്ല. ഇതുവരെ ഒരു ക്ലാസ് പോലും ഞാൻ അങ്ങനെ ഇപ്പോൾ പഠിക്കുന്ന പിള്ളേർക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടില്ല. നിങ്ങളെപ്പോലുള്ള സപ്ലൈ അടിക്കുന്ന പിള്ളേർക്ക് മാത്രമേ ക്ലാസ് ഇട്ടുണ്ടായിരുന്നുള്ളൂ. അതൊന്നും മാറ്റി പിടിക്കാൻ വിചാരിക്കും. ഓക്കെ, അത് ഇപ്രാവശ്യം മുതൽ ഞാൻ നോക്കട്ടെ. എന്തായാലും നിങ്ങളുടെ എക്സാം കഴിഞ്ഞിട്ട് ഇപ്പോൾ റെഗുലർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടൊന്ന് ക്ലാസ് ഇടാമെന്ന് വിചാരിക്കുന്നു. റെഗുലറായിട്ട് പഠിക്കുന്ന പിള്ളേർക്കല്ലേ. അതിന് 2019 സ്കീമിന് കുറേ പേര് ചോദിച്ചിരുന്നു. എനിക്ക് മെസ്സേജിൽ ഇങ്ങനെ കണ്ടു 2019 സ്കീമിന് വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മളെന്താ റെഗുലറായിട്ട് ഓരോ ദിവസം ഓരോ വീഡിയോ രീതിയിൽ ചെയ്യാം. അപ്പോൾ നോക്കി നോക്കട്ടെ, ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ. ഇപ്പോൾ കിട്ടുമ്പോഴേ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളൂ. ഇതുവരെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ചുമ്മാ പഠിപ്പിക്കാനല്ലാണ്ട് എൻ്റെ അടുത്ത് ട്യൂഷൻ വരുന്ന പിള്ളേരെ എണ്ണം കുറയാന്നല്ലാണ്ട് കാര്യം ഉണ്ടായില്ല. മനസ്സിലായി? വീഡിയോസ് യൂട്യൂബിൽ വരുമ്പോൾ പ്രശ്നമാണ്. നമുക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനമില്ല, ട്യൂഷനിൽ നിന്ന് വരുമാനമില്ലാത്ത അവസ്ഥയായി മാറും. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. കാരണം യൂട്യൂബിൽ ഫ്രീ ആയിട്ട് കിടക്കുമ്പോൾ ആരും ട്യൂഷന് പൈസ കൊടുത്ത് വരില്ലല്ലോ. അപ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇനി എന്തായാലും ഞാൻ നോക്കുന്നില്ല. ഞാൻ എന്തായാലും യൂട്യൂബിൽ കയറി പിടിക്കാൻ നോക്കുന്നു. നോക്കിയോളൂ, ഒന്ന് ആഞ്ഞ് ശ്രമിച്ചോട്ടെ. ഞാൻ കേരളം വിട്ട് പിടിക്കാനുള്ള പ്ലാനാണ്. ഇന്ത്യയിൽ മൊത്തം നോർത്ത് ഇന്ത്യയിലെ ഇതിൽ കുറച്ച് ഹയർ ആയിട്ടുള്ള നിങ്ങളിപ്പോൾ എക്സാം കഴിയട്ടെ. നിങ്ങൾ പാസ്സായതിൻ്റെ ശേഷം ഗേറ്റിനെ എന്തായാലും പ്രിപ്പയർ ചെയ്യുമല്ലോ അല്ലേ? അടുത്ത ടാർഗറ്റ് ഞാൻ അതാണ് വിളിക്കുന്നത്. അതായത് ഇപ്പോൾ എൻ്റെ അടുത്ത് സപ്ലിക്ക് നമ്മൾ വീഡിയോ കാണുന്നവരൊക്കെ പാസ്സായി, വീട്ടിലേക്ക് പാസ്സായി എന്ന് കേൾക്കുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് എന്തായാലും വീട്ടിൽ നേരം പോക്കില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് എംടെക് ചെയ്യാനൊക്കെ തോന്നും ചില ആൾക്കാർക്ക്. കാരണം നമ്മൾ റെഗുലറായിട്ട് പഠിക്കുന്ന പോലെയല്ല. അതായത് പഠിച്ചു വന്നിട്ട് ഇപ്പം നമുക്ക് സപ്ലൈ ചെയ്തിട്ട് ആ ഒരു ഇൻട്രസ്റ്റ് കയറി സബ്ജക്റ്റ് ഇപ്പോഴായിരിക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇതുവരെ നമുക്ക് സബ്ജക്റ്റ് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ കുറേ പേര് അങ്ങനെ എന്താ ചെയ്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് തന്നെ 10-15 ആൾക്കാർ അങ്ങനെ ചെയ്തിട്ടുണ്ട്. സപ്ലി 10-40 സപ്ലിയൊക്കെ എഴുതിയെടുത്തിട്ട് ഭയങ്കര ഇൻട്രസ്റ്റായി അവർ എംടെക് ചെയ്ത് ഇപ്പോൾ ഗൾഫിൽ നല്ല സാലറി വാങ്ങിക്കുന്ന പിള്ളേരുണ്ട്.
ഒരു തൃശ്ശൂരിലുള്ള ഒരു പയ്യനാണ് ഗുരുവായൂരുള്ള. അവൻ 2008 ബിടെക് കഴിഞ്ഞ പയ്യനാണ്. 2008 ബിടെക്കിന് പാസ് ഔട്ടുള്ള പയ്യനാണ്. അവൻ 2010 വരെ സപ്ലൈ ചെയ്തെടുക്കുക. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയിരുന്നേ. അങ്ങനെ 2010 വരെ സപ്ലൈ ചെയ്തെടുക്കാൻ നിന്നു. എല്ലാം സപ്ലൈ ചെയ്തെടുത്തപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റായി. ഇങ്ങനെ ഗേറ്റ് എഴുതി, ഗേറ്റിൽ നല്ല ഇതായിട്ട് കിട്ടി. എന്നിട്ട് അതിൽ മെറിറ്റിൽ കിട്ടി. എന്നിട്ട് എംടെക്കിന് ജോയിൻ ചെയ്തു. എംടെക്കിന് എൻ്റെ അടുത്ത് ട്യൂഷൻ മാത്സിൻ്റെ വന്നു. അത് അടിപൊളിയായിട്ട് സപ്ലൈ ചെയ്യാണ്ട് പാസ്സായി. അവൻ്റെ ക്ലാസ്സിൽ സപ്ലൈ ഇല്ലാത്തത് 3 പേരുണ്ടാകുന്നുള്ളൂ. എന്നിട്ട് അത് പാസ് ഔട്ട് എംടെക്ക് കഴിഞ്ഞ് ഇപ്പോൾ നല്ല പൊസിഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ സപ്ലൈ കിട്ടുമ്പോഴാണ് നമുക്ക് സബ്ജക്റ്റ് കൂടുതൽ അറിയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതാണ് ഇപ്പോൾ പ്ലാൻ ചെയ്യാൻ പോകുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഗേറ്റിൻ്റെ കോച്ചിങ് തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ നേരെ സപ്ലൈ എഴുതിയെടുക്കാം, നമുക്ക് നേരെ ഗേറ്റിൽ കാണാം. ഓക്കെ, ഗേറ്റിൻ്റെ എൻട്രൻസിൽ മാത്സ് നമുക്ക് എടുക്കാം കേട്ടോ. ഇതെങ്ങനെയായാലും കഴിഞ്ഞാൽ മതി സാറേ എന്ന് വിചാരിച്ചിരിക്കുമല്ലേ? ആണോ? ഓക്കെ ഓക്കെ, എങ്ങനെയെങ്കിലും ബിടെക് മാത്രമേ പാസ്സായാൽ മതി സാറെന്ന് ചോദിക്കാൻ എല്ലാവരും ഇരിക്കുന്നത്. അതിനിടയ്ക്കാണ് സാറ് ഗേറ്റ് കൊണ്ട് വരുന്നത്. കുഴപ്പമില്ല, വളരെ സിമ്പിളാണ്. ഇപ്പോൾ നമ്മൾ എല്ലാവരും ഇപ്പോൾ ഇതുവരെ പഠിച്ചു ഓക്കെ എന്ന് വിചാരിക്കുന്നു അല്ലേ? അവസാനത്തെ 2 മോഡ്യൂൾ ഏകദേശം ഓക്കെ അല്ലേ? ഓണം വെക്കേഷനിൽ കൊളാക്കിയോ? ഓണം 3 ദിവസം അടിച്ചു പൊളിച്ച്. ഞാൻ വീണ്ടും പറയുകയാണ്, അവസാനത്തെ യൂണിറ്റുകൾ ഈസിയാണെന്ന് പറഞ്ഞിരിക്കരുത്. എഴുതിക്കൊണ്ടേ ഇരിക്കുക. ഓരോ ദിവസം പ്രോബ്ലംസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ഈസിയാണ് സാറേ, ഞങ്ങൾക്ക് ഓക്കെ ആണെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. അത്ര ഈസി അല്ല. എഴുതി വരുമ്പോൾ പകുതി സ്റ്റെപ്പ് സ്റ്റോപ്പാവും. ഒരിക്കലും ആൻസർ ചെയ്യാൻ പറ്റാത്തൊരു ടെൻഡൻസി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് പറയുന്നത് അതത്രയ്ക്ക് ഈസി ഒന്നല്ല. അവസാനത്തെ 2 മോഡ്യൂൾ സിമ്പിളാണെന്നൊക്കെ തോന്നാം. നമ്മുടെ മനസ്സിലേക്ക് തോന്നിപ്പിക്കുന്നതാണ് സിമ്പിളാണെന്ന്. അത്രയ്ക്ക് സിമ്പിളൊന്നല്ല. അതുകൊണ്ട് എഴുതി പഠിക്കുക. എഴുതി പഠിച്ചില്ലെങ്കിൽ അത് സിമ്പിൾ ആവാതിരിക്കും കേട്ടോ. എഴുതി പഠിച്ചു കഴിഞ്ഞാൽ അത് ഓക്കെയാണ്. ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമുക്ക് ആൻസർ എഴുതി തുടങ്ങാം. അത് എഴുതി പ്രാക്ടീസ് ചെയ്യണേ. ഞാൻ വീണ്ടും പറയണേ, അവസാനത്തെ 2 മോഡ്യൂൾ സിമ്പിളാണെന്ന് വിചാരിച്ചിരിക്കരുത്. അവസാനത്തെ 2 മോഡ്യൂൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 40 മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, അതിനുശേഷം നേരെ ഫസ്റ്റ് 2 മോഡ്യൂളിലേക്ക് വരാം. ഓക്കെ, ഫസ്റ്റ് 2 മോഡ്യൂൾ ബൈനോമിയൽ, പോയിസൺ, അങ്ങനത്തെ സാധനങ്ങൾ എല്ലാ വീഡിയോസും നമ്മൾ ചെയ്തതാണ്, എല്ലാ ക്ലാസ് എടുത്തതാണ്. അതിൽ 30 മാർക്ക് ഉറപ്പിക്കണം കേട്ടോ. 40, 30, 70 മാർക്കായി. ക്ലിയർ? 70 മാർക്കായി. ആ 70 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ജയിക്കാനുള്ള ഒരു ഏകദേശം ഓക്കെ എന്ന് പറയാം. ഓക്കെ എന്ന് പറയുന്നുള്ളൂ, അത് ഏകദേശം ഓക്കെ, അത്രയും പറയുന്നുള്ളൂ. പെർഫെക്റ്റ് ആയിട്ടില്ല. പെർഫെക്റ്റ് ആണെങ്കിൽ അടുത്ത 2 യൂണിറ്റ് കൂടി നോക്കണം. അടുത്ത 30 കൂടി കിട്ടണം. 30 വേണ്ട, ഒരു 20 മതി. കൂടുതൽ അഹങ്കാരമൊന്നും വേണ്ട. ഇനി 100 മേടിക്കേണ്ട, 100 90 മേടിച്ചാൽ മതി. ഓക്കെ, 90 മാർക്ക് നമ്മൾ സ്കോർ ചെയ്യണം. ക്ലിയർ? അപ്പോൾ അത് മാർക്ക് ചെയ്തത് വീണ്ടും പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, ആൻസർ ചെയ്യുക. വേറെ ഒന്നും ചെയ്യാനില്ല. ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, ആൻസർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് 4ാമത്തെ യൂണിറ്റിലേക്ക് വരാം, ലാപ്ലേസ് ട്രാൻസ്ഫോം. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഫോർമുലാസൊക്കെ എഴുതിയോന്ന് എനിക്കറിയില്ല. എങ്കിലും ജസ്റ്റ് ഒന്ന് പറയാം. ഡെഫിനിഷൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. ഒരു ഫംഗ്ഷൻ f(t) എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുന്ന ഡെഫിനിഷൻ ഇതാണ്. L(f(t) എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ലാപ്ലേസ് ട്രാൻസ്ഫോമിനെ L എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. L(f(t) എന്ന് പറഞ്ഞ ഒരു ഇൻ്റഗ്രേഷൻ്റെ ഫോർമുലയാണ്. L(f(t) എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ 0 to infinity e⁻ st into f(t) dt. ഈ ഒരു ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രലാണ് എന്ത്? ലാപ്ലേസ് ട്രാൻസ്ഫോം. ഇതാണ് ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ എന്താണ് L(f(t) എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ 0 to infinity e⁻ st into f(t) dt. എക്സാമ്പിളായിട്ട് നമുക്ക് L(1) ഒന്ന് കണ്ടു നോക്കാം. L(1) എന്ന് പറഞ്ഞാലോ ഇൻ്റഗ്രൽ 0 to infinity e⁻ st into 1 dt. f(t)യുടെ സ്ഥാനത്ത് 1 കൊടുത്തു. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ 1 dt എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഇൻ്റഗ്രൽ 0 to infinity 1 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സെയിം ഫംഗ്ഷൻ തന്നെയാണ് അല്ലേ? e⁻ st dt. നമുക്കറിയാം e⁻ന്റെ ഇൻ്റഗ്രൽ അത് തന്നെയാണ്. ഈക്വൽ ടു e⁻ st ഇൻ്റഗ്രൽ e⁻ st തന്നെയാണ്. ബൈ അതിനുള്ള കോൺസ്റ്റന്റ് -s കൊണ്ട് ഡിവൈഡ് ചെയ്തു. അതിൽ ലിമിറ്റ് കൊടുത്തു 0 to infinity. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുകയാണ്. e⁻∞ മൈനസ് e⁻0 ബൈ -s. അതായത് e⁻∞ 0 ആണ്, e⁻0 1 ആണ്, ബൈ -s. അതായത് 1/s എന്ന് കിട്ടി. ചുരുക്കി പറഞ്ഞാൽ ബൈ ഹാർട്ട് ചെയ്യേണ്ട റിസൾട്ടാണ്. L(1)ന്റെ ആൻസർ എത്രയാണ്? 1/s ആണ്. ഓക്കെ, അങ്ങനെ ഒരു 9 ഫോർമുലാസ് ഉണ്ട് സ്റ്റാൻഡേർഡായിട്ട്. ആ 9 ഫോർമുലാസിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു യൂണിറ്റ് ഓക്കെ.
മനസ്സിലായോ? അപ്പോൾ നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന സ്റ്റെപ്പൊന്നും വേണ്ട, നമുക്ക് ഇങ്ങനത്തെ ഈ പ്രൂഫ് ഒന്നും ചോദിച്ചിട്ടില്ല. നേരെ ചോദിച്ചത് വലിയ വലിയ പ്രോബ്ലം തന്നെയാണ്. ഇങ്ങനെ ഇൻ്റഗ്രൽ യൂസ് ചെയ്യുന്ന സ്റ്റെപ്പല്ല, നമ്മൾ ഈ ഫോർമുലാസ് ബൈ ഹാർട്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്സ്. ഓക്കെ, തുടങ്ങാം. അപ്പോൾ ഇത് എഴുതിയാലും വേണ്ടില്ല, എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഫോർമുല മാത്രം ഒന്ന് നോക്കാം. LF(f)(t) ഇത് ഇങ്ങനെയാണ് വന്നത്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 9 ഫോർമുല ഇത് എഴുതിയോ? LF(f)(t)യുടെ ഫോർമുല എഴുതിയല്ലോ. ഓക്കെ, LF1 വന്നത് ശ്രദ്ധിക്കുക. LF1 ഇപ്പോൾ ഇത് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യാം. ഇനിയുള്ള 9 ഫോർമുലാസ് ഉണ്ട്. ആ 9 ഫോർമുലാസ് നമ്മൾ പണ്ട് ഡിഫറൻസിയേഷൻ പഠിച്ചത് d/x(n) = n × x(n−1) ആണോ? ഇപ്പോഴോ? ഇപ്പോൾ ഓക്കെയാണോ? ഞാനൊന്ന് ബാക്ക് എടുത്തിട്ട് വരുന്നുണ്ട്, ഒരു മിനിറ്റ്. എന്താണ് നെറ്റ്വർക്ക് പ്രശ്നമായി. ഓക്കെ, അപ്പോൾ നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ ഈ 9 ഫോർമുലാസ് നമ്മൾ പണ്ട് ഡിഫറൻസിയേഷൻ +2 ബൈ ഹാർട്ട് ചെയ്ത് ഓർമ്മയില്ലേ? അതേപോലെ ബൈ ഹാർട്ട് ചെയ്യുക, വേറെ നിവൃത്തിയൊന്നുമില്ല. ബൈ ഹാർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. ലാപ്ലേസ് ട്രാൻസ്ഫോം പഠിച്ചാലുള്ള ഗുണം ഇതിൽ 2 ടോപ്പിക്കാണ്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഉണ്ട്, ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഉണ്ട്. അപ്പോൾ രണ്ടും കൂടിയിട്ടാണ് എക്സാമിന് ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഒരെണ്ണം പഠിച്ചാൽ മറ്റേത് ഓട്ടോമാറ്റിക്കായി കിട്ടും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ബൈ ഹാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ഫോമിൽ എഴുതാം LF1. ശരിക്കും 9 അല്ല, ഞാൻ ജനറലായിട്ട് വരുന്നത് 9 പഠിപ്പിക്കുകയാണ് കേട്ടോ. LF1 എന്ന് പറഞ്ഞാൽ 1/s ആണ്. 2 LF(t) എന്ന് പറഞ്ഞാൽ 1/s² ആണ്. LF(t) എന്ന് പറഞ്ഞാൽ 1/s². ഇനി 3 നമ്പറിനില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറയണേ. LF(t²) എന്ന് പറഞ്ഞാൽ 2√s³ എന്നാണ്. 2√s³ ആണ്. LF(t³ എന്ന് പറഞ്ഞാൽ 3√s⁴ എന്നാണ്. LF(t⁴) എന്താ വരിക? 4√s⁵. അപ്പോൾ ജനറലായിട്ട് നമുക്ക് മൂന്നാമത്തെ ഫോമിലേക്ക് എഴുതാം. LF(t⁴n) എന്ന് പറഞ്ഞാൽ എന്തെഴുതാം? LF(t⁴n) പറഞ്ഞാൽ അല്ലേ, 2 വരുമ്പോൾ 2√, 3 വരുമ്പോൾ 3√, 4 വരുമ്പോൾ 4√. അപ്പോൾ ജനറൽ കേസ് എന്താണ്? n⁻s⁴ കൂടുതൽ കേട്ടോ, n+1. അപ്പോൾ ബൈ ഹാർട്ട് ചെയ്യണേ. ഇത് 2 എണ്ണം, ഇത് 2 എണ്ണം, അത് 1 കേട്ടോ. അങ്ങനെ 3 ഫോർമുലാസ് ആണ് വേണ്ടത് നമുക്ക്. LF(t⁴n) എന്ന് പറഞ്ഞാൽ n⁻s⁴n+1. ഈ 3 ഫോർമുലാസ് ബൈ ഹാർട്ട് ചെയ്യുക. സെറ്റായില്ലേ? നോക്കുക. LF1 എന്ന് പറഞ്ഞാൽ 1/s ആണ്. LF1 എന്ന് പറഞ്ഞാൽ 1/s ആണ്. LF(t) എന്ന് പറഞ്ഞാൽ 1/s² ആണ്. LF(t⁴n) എന്ന് പറഞ്ഞാൽ n⁻s⁴n+1. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതിയെന്നുള്ളൂ, നിങ്ങൾ എഴുതിക്കോളൂ, കേട്ടൊന്നും വേണ്ട. അടുത്ത 4ാമത്തെ 5ാമത്തെ ഫോമുല ഒരുപോലത്തെയാണ്. LF(e⁻at) LF(e⁻at) എന്ന് പറഞ്ഞാൽ 1/s - 5. LF(e⁻at) LF(e⁻at) പറഞ്ഞാൽ 1/s+. അപ്പോൾ അത് രണ്ടും ഒന്നായിട്ട് പഠിക്കാം. LF(e⁻at) എന്ന് പറഞ്ഞാൽ 1/s - a. LF(e⁻at) എന്ന് പറഞ്ഞാൽ 1/s+. ഓക്കെ ആണോ? അടുത്തത് 6ഉം 7ഉം സൈനും കോസും ആണ്. LF(sin)at ആദ്യം കോസ് എഴുതിക്കോ. LF(cos)at എന്ന് പറഞ്ഞാൽ s/s² + a². ഇത് രണ്ടും ഒരുമിച്ച് പഠിക്കണേ, അതാണ് ഞാൻ ഒരുമിച്ച് ഗ്രൂപ്പാക്കണം കേട്ടോ. LF(sin)at എന്ന് പറഞ്ഞാൽ a/s² + a². ഇത് രണ്ടും ഒരുമിച്ച് പഠിക്കണേ. അപ്പോൾ വ്യത്യാസം എന്താ? സൈനും കോസും തമ്മിൽ വ്യത്യാസം എന്താ? കോസിൽ s/, ആണ്, സൈനിൽ a/, ആണ്. ഡിനോമിനേറ്റർ രണ്ടും സെയിം ആണ്. ഓക്കെ, ഡിനോമിനേറ്റർ രണ്ടും സെയിം ആണ്.
8, 9 ഇതേപോലെ ഒരേപോലെയാണ്, ഹൈപ്പർബോളിക് ആണ്. എൽ ഓഫ് കോസ് എച്ച് എ ടി, എൽ ഓഫ് കോസ് എച്ച് എ ടി എന്ന് പറഞ്ഞാൽ ഹൈപ്പർബോളിക് ഫംഗ്ഷൻ കേട്ടോ. എസ് ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആണ്, ഡിനോമിനേറ്റർ മാറുന്നു. 9ാമത്തത് എൽ ഓഫ് സൈൻ എച്ച് എ ടി, സൈൻ എച്ച് എ ടി എന്ന് പറഞ്ഞാൽ എ ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ, ഹൈപ്പർബോളിക് ഫംഗ്ഷൻ. അപ്പൊ നോക്കാം, കോസ് എ ടി എന്ന് പറഞ്ഞാൽ എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് ആണ്. കോസ് എച്ച് എ ടി ഹൈപ്പർബോളിക് വരുമ്പോൾ എന്താണ്, താഴെ മൈനസ് ആണ്, രണ്ട് മുകളിൽ എസ് തന്നെയാണ്. ഇവിടെയോ സൈൻ എ ടി വരുമ്പോൾ എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്, സൈൻ എച്ച് എ ടി വരുമ്പോൾ എ ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഇത് ഓക്കെ ആയോ? ഇത്രയും ഫോർമുലാസ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു യൂണിറ്റ് തീർന്നു. ഇത്രയും ഫോർമുലാസ് പഠിച്ചാൽ മതി, കൂടുതലൊന്നും. എല്ലാം സൈൻ എച്ച് എ ടി ഓക്കെ ആണോ? എല്ലാം സൈൻ എച്ച് എ ടി എന്ന് പറഞ്ഞാൽ എ ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഓക്കെ, ചെയ്യാം, നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഇനി പ്രോബ്ലം ചെയ്യട്ടെ, വേറെ ഒന്നുമില്ല. ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം നാളെ നോക്കാം. നാളെ കുറച്ചധികം ഞാൻ ചോദിക്കുന്നുണ്ട്. നാളെ കുറച്ച് കൂടുതൽ സമയം കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ യൂണിറ്റ് തീർക്കാറുണ്ട്. ഇനി നമുക്ക് സമയമില്ലല്ലോ. അല്ലെങ്കിൽ ഞാൻ ബാക്കിയുള്ളവർക്ക് ഞാൻ റെക്കോർഡ് ചെയ്താൽ മതിയാവോ? വർക്ക് ചെയ്യുന്നവർ രാവിലെ ഒരു അല്ലെങ്കിൽ 6 മണിക്ക് ആക്കിയല്ല പുലർച്ചെ. എനിക്കോ? എനിക്കാണോ? 6 ഓക്കെ. അത് നാളെ നമുക്ക് അലാം വയ്ക്കാം. 5 മണിക്ക് ഞാൻ അലാം വയ്ക്കുന്നുണ്ട്. എനിക്ക് നമുക്ക് 6 മണിക്ക് എടുക്കാം, അല്ലെങ്കിൽ 7 മണിക്ക്. എന്തായാലും 6 മണിയിൽ നിന്ന് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ 6 to 8, 9 വരെ കിട്ടുകയാണെങ്കിൽ നമുക്ക് രക്ഷപ്പെട്ടു. എന്തായാലും നോക്ക്, ഞാൻ അലാം വയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ അലാം വെച്ച് നോക്ക്. എനിക്കാലോ ഞാൻ ബിരിയാണി കിട്ടിയില്ലെന്ന് പറയണ. ഓക്കെ, അറിയില്ല. പക്ഷെ ഞാൻ എടുത്തായിരുന്നു കേട്ടോ. ഞാൻ ഇവിടെ അല്ല, ഞാൻ ട്രിവാൻഡ്രത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ക്ലാസ് എടുക്കാൻ പോയായിരുന്നു. ട്യൂഷൻ സെൻ്റർ ഞാൻ നടത്തിയത് ട്രിവാൻഡ്രത്തെ. അവിടെ 6 മണിക്ക് ക്ലാസ് വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഞാൻ നെയ്യാറ്റിൻകര, എൻ്റെ പാറശാല എന്ന സ്ഥലമാണ് ട്രിവാൻഡ്രത്ത്. അവിടുന്ന് ട്രെയിനിൽ ഒരു പരശുറാം എക്സ്പ്രസ് ഉണ്ട് നെയ്യാറ്റിൻകര. അതിൽ കയറും. ഒരു 5 മണി 5:30 5:15 ട്രെയിൻ വരും. അപ്പം നേരെ 5:45 ആകുമ്പോഴേക്കും ട്രിവാൻഡ്രത്തും 6 മണിക്ക് അവിടെ ക്ലാസ് വെച്ചിട്ടുണ്ട്. അതിലപ്പുറം ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് വേണമെന്ന് വിചാരിച്ച് നടക്കും. ഓക്കെ, ഇത് വീട്ടിലിരിക്കുന്നവർക്കാണ് നമുക്ക് ഒരു മടി വരുന്നത്. എന്തെങ്കിലും ഒരു ഇൻവോൾവ് ചെയ്ത 8 വരെ എടുക്കാം. നമുക്ക് കഴിയണവരെ നോക്കാം. ശരി, കാരണം നമുക്ക് സമയമില്ല. അവരുടെ ഏകദേശം ഇനി ഒരു യൂണിറ്റ് കൂടി തീർന്നാൽ മതി. അവരുടെ 5ാമത്തെ യൂണിറ്റ് ഏകദേശം ഒക്കെ ഓക്കെ ആയിരിക്കും. ഈസിക്കാരുടെ ഓക്കെ കുഴപ്പമില്ല. എന്തായാലും നോക്കി വെക്കാം. നമുക്ക് നേരത്തെ എനിക്കാണെങ്കിൽ 6 മണിക്ക്. ഓക്കെ, ഞാൻ എനിക്കാൻ വേണ്ടി ശ്രമിക്കാം. 5 മണിക്ക് എന്തായാലും അലാം വയ്ക്കുന്നുണ്ട്. പഴയ പോലെ ഒന്ന് പഠിക്കാൻ നോക്കണം. അത് ശരിയാവില്ല. ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുന്നു. അപ്പോൾ നമുക്ക് പ്രോബ്ലം നോക്കുക. അപ്പോൾ എഴുതാം L of t raised to 10 എത്ര വരിക? ഒന്നും ആവശ്യമില്ല, ചുമ്മാ പേരിന് വേണ്ടി മാത്രം. എത്രയാ? 10 factorial by s raised to 11 അല്ലേ? ഓക്കെ, L of t square plus t plus 1 ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാം? ഓരോന്നിലേക്കും t കൊടുക്കാം. മനസ്സിലായോ? L of t square plus L of t plus L of 1. അപ്പോൾ എത്ര വരിക? L of t square എന്ന് പറഞ്ഞാൽ 2 factorial by s cube. L of t എന്ന് പറഞ്ഞാൽ 1 by s square. L of 1 എന്ന് പറഞ്ഞാൽ 1 by s. ഓക്കെ, ഇതൊക്കെ ബേസിക് ആയിട്ടുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു. ഇതൊന്നും എക്സാമിന് ചോദിച്ചിട്ടില്ല കേട്ടോ. ഇത്ര ചെറുതൊന്നും ചോദിച്ചില്ല.
കുറച്ചുകൂടി വലിപ്പമുള്ളതാണ് ചോദിക്കുക. അടുത്ത ടൈപ്പ് മുതലാണ് ചോദിക്കുക. ഓക്കെ ആണോ? അടുത്തത് പറയട്ടെ. L of e raised to 2t. L of e raised to at എന്ന് പറഞ്ഞാൽ 1 by s minus a എന്നാണ്. അപ്പോൾ e raised to 2t എന്ന് പറഞ്ഞാൽ 1 by s minus 2 അല്ലേ? അല്ലേ? അങ്ങനെയാണെങ്കിൽ L of e raised to 3t എന്ന് വരിക. L of e raised to 3t പറഞ്ഞു നോക്കുക. L of e raised to at എന്ന് പറയുന്നത് 1 by s minus a എന്നാണ്. അപ്പോൾ e raised to 2t എന്ന് പറഞ്ഞാൽ 1 by s minus 2. e raised to 3t എന്ന് പറഞ്ഞാൽ 1 by s minus 3 അല്ലേ? ഓക്കെ. L of e raised to t എന്ന് പറഞ്ഞാലോ ഇവിടെ 1 ഉണ്ട് കേട്ടോ. 1 by s minus 1. ഓക്കെ. L of e raised to 5t എന്ന് പറഞ്ഞാലോ 1 by s minus 5. ഓക്കെ. e raised to minus 2t എന്ന് പറഞ്ഞാലോ minus 8t എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഫോർമുല 1 by s plus a. 1 by s plus 2. e raised to minus 3t പറഞ്ഞാൽ 1 by s plus 3. എഴുതാം. ഞാൻ ബുദ്ധിക്ക് കളിച്ചാണ്, നിങ്ങൾ എഴുതിക്കോളൂ, നിങ്ങൾ അതുപോലെ മാർക്ക് ചെയ്യണ്ട. എല്ലാം e raised to minus t പറഞ്ഞാൽ 1 by s plus 1. എല്ലാം e raised to minus 5t പറഞ്ഞാൽ 1 by s plus 5. ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, ഫോർമുലയിൽ നിന്ന് ജനറലൈസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. ഇതൊന്നല്ല എക്സാമിന് ചോദിക്കുന്നത്, ഞാൻ അതിലേക്ക് എത്താൻ പോകുന്നേ ഉള്ളൂ. എക്സാമിന് ചോദിക്കുന്ന ടൈപ്പിലേക്ക് നമ്മൾ എത്താൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ. ഇതൊന്നല്ല എക്സാമിന് ചോദിക്കുന്നത്, ഞാൻ ബേസിക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണേ. ദെൻ L of cos 2t. L of cos 2t എന്ന് പറഞ്ഞാൽ എന്താ വരിക? s by s square plus a square 2 square, അതായത് s by s square plus 4 എന്ന് എഴുതാം. L of cos 3t എന്ന് പറഞ്ഞാലോ s by s square plus 3 square equal to s by s square plus 9. L of cos t ഒന്നുമില്ല. അപ്പോൾ എന്താ മീനിങ്? s by s square plus 1 square, s by s square plus 1. അപ്പോൾ L of sin 2t എന്ന് പറഞ്ഞാലോ അപ്പോൾ ഫോർമുല മാറുന്നു. ഡിനോമിനേറ്റർ സെയിം തന്നെ, ന്യൂമറേറ്റർ എന്തായി? 2 by s square plus 2 square, 2 by s square plus 4. മനസ്സിലാവുന്നുണ്ടോ? സ്പീഡ് കൂടുന്നുണ്ടോ? മനസ്സിലായോ? സൈൻ വരുമ്പോൾ a by എന്നാ വരുന്നത്. a എന്നല്ല ഇവിടെ നമ്പർ, a എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 by s square plus 4. അപ്പോൾ L of sin 3t എന്ന് പറഞ്ഞാൽ എന്താ വരിക? L of sin 3t ആണ് എന്താ വരിക? ന്യൂമറേറ്റർ മാത്രമേ മാറുന്നുള്ളൂ കേട്ടോ. 3 by s square plus 3 square, 3 by s square plus 9. അപ്പോൾ L of sin t എന്താ വരിക? sin t എന്ന് മാത്രം വന്നാൽ 1 ആണ്. 1 by s square plus 1 square, അതായത് 1 by s square plus 1. അപ്പോൾ cos t വരുമ്പോൾ s by s square plus 1 ഉം sin t വരുമ്പോൾ 1 by s square plus 1. ഏകദേശം ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ കുറച്ച് സ്പീഡിലാണ് എടുക്കുന്നത് എനിക്കറിയാം. ഞാൻ ആ ബേസിക് കാര്യം ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പറഞ്ഞ ഫോർമുല എന്താണെന്ന് വരുത്താനാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ ഒരെണ്ണം എഴുതിക്കോളൂ. L of cos h 3t. L of cos h 3t. h വരുമ്പോൾ താഴെയാണ് മാറുന്നത്. cos വരുമ്പോൾ മുകളിൽ s, h ആയതുകൊണ്ട് താഴെ മൈനസ് s സ്ക്വയർ മൈനസ് 3 സ്ക്വയർ s by s സ്ക്വയർ മൈനസ് 9. L of cos h 2t. cos h 2t എന്ന് പറഞ്ഞാൽ s by s സ്ക്വയർ മൈനസ് 2 സ്ക്വയർ s by s സ്ക്വയർ മൈനസ് 4. അപ്പോൾ ഹൈപ്പർബോളിക് ഫംഗ്ഷൻ cos h t sin h t വരുമ്പോൾ എന്താ ഉണ്ടാവണേ? താഴെ പ്ലസ് മാറി മൈനസ് ആകുന്നു. ഇതന്നെ L of sin h 2t ആയിരുന്നെങ്കിലോ a by 2 by s സ്ക്വയർ മൈനസ് 2 സ്ക്വയർ, അതായത് 2 by s സ്ക്വയർ മൈനസ് 4. വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? സൈനും കോസും ഹൈപ്പർബോളിക് വരുമ്പോഴുള്ള വ്യത്യാസം മനസ്സിലായോ?
ഹൈപ്പർബോളിക് വരുമ്പോഴുള്ള വ്യത്യാസം മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ഇതാണ് ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് അടുത്തത് പ്രോബ്ലത്തിലേക്ക് പോകാം. എന്താണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ ആവശ്യം എന്നുള്ളത് നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞതിൻ്റെ പ്രോബ്ലത്തിലേക്ക് പോകാം കേട്ടോ.